ഹായ് സാരി സ്റ്റോറീസ് ബൈ അഖില എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ എനിക്ക് സാരി ഡ്രേപ്പിംഗ് വർക്ക്സ്, സാരി റോളിംഗ് വർക്ക്സ്, സാരി പ്രീപ്ലേറ്റിംഗ് വർക്ക്സ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്ലയൻറ്റിന് തന്നെ 3 സാരിയാണ് വർക്ക് ചെയ്യാനുള്ളത്. 2 എണ്ണം പ്രീപ്ലേറ്റ് ചെയ്യാനും ഒരു സാരി റോൾ ചെയ്യാനുമാണ്. അപ്പോൾ സാരി റോളിംഗ് ഞാൻ അതിൽ നിന്ന് ചെയ്തു വെച്ചു. 2 എണ്ണം നമുക്ക് പ്രീപ്ലേറ്റ് ചെയ്യണം. അതിൽ ആദ്യത്തെ സാരിയാണിത്. അപ്പോൾ ഈ സാരി പ്രീപ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക മെഷർമെൻറ്റ് ഒന്നും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. മെഷർമെൻറ്റ് ഇല്ലാതെ എങ്ങനെ ഒരു സാരി പ്രീപ്ലേറ്റ് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ അമ്മേനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ സൈസിനനുസരിച്ചിട്ട് വേറൊരു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സാരി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പല്ലു പ്ലീറ്റിനൊക്കെ വേണ്ടിയിട്ട് അളവെടുത്ത് വെക്കുകയായിരുന്നു. അപ്പോൾ മെഷർമെൻറ്റ് ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് കറണ്ട് പോയത്. പിന്നെ കറണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വന്നു. അപ്പോൾ ആദ്യം നമ്മൾ സാരിയുടെ പല്ലു പ്ലീറ്റാണ് റെഡിയാക്കുന്നത്. പല്ലു ഒരു 5 ഇഞ്ചിലാണ് ലാസ്റ്റ് പ്ലീറ്റ് നമ്മളെടുക്കുന്നത്. എന്നിട്ട് ബാക്കിയെല്ലാം ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ സാരി പ്ലീറ്റ് എടുക്കുമ്പോൾ ഓരോ സെക്ഷനായിട്ട് അയൺ ചെയ്യും. അല്ലെച്ചെങ്കിൽ മൊത്തം പ്ലീറ്റ് എടുത്തതിന് ശേഷം അയൺ ചെയ്യാറാണ് പതിവ്. എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ സാരി പ്രീപ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാരി അയൺ ചെയ്ത് കൊടുക്കുന്നതല്ല. നിങ്ങൾ സാരി തരുമ്പോൾ തന്നെ നമുക്ക് അയൺ ചെയ്ത് തരണം. ഇല്ലെങ്കിൽ നമുക്ക് അയണിങ്ങിന് വേറെ ചാർജ് ഉണ്ടാവും. ചാർജ് അല്ലാതെ തന്നെ നമ്മൾ ചില സർവീസ് ചെയ്യുന്നവർ തന്നെ അയണിങ് ഒന്നും ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ സാരി നന്നായി നിവർത്തി നോക്കുക. പുതിയ സാരി എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ചില സാരിയിൽ ഒരുപാട് ഫോൾഡിങ് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ബെല്ലി പ്ലീറ്റ്സ് ആണ്. ബെല്ലി പ്ലീറ്റ്സും ഇതേപോലെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെറിയ പ്ലീറ്റ്സ് അല്ല, നമ്മൾ ചെസ്റ്റ് പ്ലീറ്റ് ആണെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് ആയിരിക്കും. ബെല്ലി പ്ലീറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ പ്ലീറ്റാണ് എടുക്കുക. അപ്പോൾ അതും ഇതേപോലെ പ്ലീറ്റൊക്കെ ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബെല്ലി പ്ലീറ്റ്സ് കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് സെൻറ്റർ പ്ലീറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ മുന്നേ തന്നെ എല്ലാം മെഷർമെൻറ്റ് എടുത്തു വെച്ച കാരണം നമ്മൾ സെൻറ്റർ പ്ലീറ്റ്സ് എടുക്കാൻ തുടങ്ങി. സെൻറ്റർ പ്ലീറ്റ്സിന് നമ്മൾ ഓരോ പ്ലീറ്റിനും ഇത്ര സൈസ് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈസിനനുസരിച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് തുടങ്ങുന്നുണ്ട്. ഇത് ഫ്ലാറ്റ് പ്ലീറ്റ്സിൻ്റെയാണ് ഈ സാരി നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഫ്ലഫി കിട്ടുമെങ്കിലും ഫ്ലാറ്റാണ് ഈ സാരിക്ക് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് പ്ലീറ്റ്സിലാണ് ഈ സാരി ചെയ്യുന്നത്. പ്ലീറ്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം പ്ലീറ്റ് ഏറ്റവും മുകളിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അറേഞ്ച് ചെയ്ത് അവിടെ ഒരു പിന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴത്തേക്കുള്ള ഓരോ പ്ലീറ്റ്സും ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും മുകളിൽ പിന്ന് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇത്ര ഇഞ്ച് എടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പിന്ന് കുത്തുന്നത്. ഫ്ലാറ്റ് പ്ലീറ്റ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 പിന്നെങ്കിലും നമുക്ക് മാക്സിമം കുത്തിയാൽ മതി. സെൻറ്റർ പ്ലീറ്റ്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്ലയൻറ്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അകത്തോട്ടുള്ള പിൻസൊക്കെ അവിടെ തന്നെ സെക്യൂർ ചെയ്യും. നമ്മൾ പുറത്ത് കുത്തുന്ന പിന്നാണ് നിങ്ങൾ സാരി ഉടുക്കുന്ന സമയത്ത് അഴിച്ചിടേണ്ടത്. പുറത്ത് കുത്തുന്ന പിൻസ് നമുക്ക് അഴിച്ചിടാനുള്ളതാണ്. നമ്മൾ സാരി അയൺ ചെയ്യുമ്പോൾ പ്രീപ്ലേറ്റ് ചെയ്ത് അയൺ ചെയ്യുമ്പോൾ നമുക്ക് ആ പിന്ന് വേണം. അത് അവിടെ സെക്യൂർ ചെയ്തിട്ടിരിക്കും നമ്മൾ പ്ലീറ്റ്സിനൊക്കെ. പക്ഷെ നമ്മൾ ഉടുക്കുന്ന സമയത്ത് ഈ പുറത്ത് കുത്തുന്ന ഈ താഴത്തെ 2 പിന്ന് നമ്മൾ അഴിച്ചിടണം. മുകളിലുള്ള 2 പിന്ന് അഴിക്കരുത്. അതുകൊണ്ടാണ് അത് ഉള്ളിൽ കൂടെ കുത്തുന്നത്. സെൻറ്റർ പ്ലീറ്റ്സ് കഴിഞ്ഞാൽ അടുത്തത് ഫോൾഡ് ചെയ്യാൻ പോവാണ്. സാരീനെ തിരിച്ചിട്ടതിന് ശേഷമാണ് ഫോൾഡ് ചെയ്യുന്നത്. ഈ സാരി ഫോൾഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര മെറ്റീരിയൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പം ഫോൾഡിങ് നടന്നു. സാരിയുടെ ബോക്സ് ഒരു 12 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 30 ഇഞ്ചൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത്. നമ്മുടെ പാഴ്സൽ കവറിൻ്റെ സൈസ് അതാണ്. സാരി കവറാണ് യൂസ് ചെയ്യാറ്. പക്ഷേ എനിക്ക് ആ സാരി കവർ അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ പാഴ്സൽ കവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കവറിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ബോക്സ് സെറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഏതാണോ കവറുള്ള ആ കവറിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ബോക്സ് സൈസ് സെറ്റ് ചെയ്യാം. അതിനുശേഷം പല്ലു പ്ലീറ്റിൻ്റെ എക്സ്ട്രാസൊക്കെ നമ്മൾ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം കറക്റ്റ് സൈസായിരുന്നു സാരി ബോക്സ് ഹോൾഡ് ചെയ്തത്. ഇതേപോലെ കവറിൽ സെറ്റായിട്ടിരിക്കണം. കൂടുതലാവാൻ പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ സാരി കവറിൽ കറക്റ്റായിട്ടിരുന്നോളും. നമ്മൾ സാരി കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് പ്രസ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തത് സ്റ്റിക്കർ ഒട്ടിക്കലാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും എനിക്കൊരു സാരിയും കൂടി പ്രീപ്ലേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സാരി കഴിഞ്ഞു. ബൈ.